നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന യൂക്കാലിപ്സ് മരങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്നും മുറിച്ചു നീക്കി തുടങ്ങി. കഴിഞ്ഞ വർഷം ട്രെയിനിൽ നടന്നത് 46 മോഷണങ്ങൾ. BJP പ്രവർത്തകർക്ക് ആവേശമിതറി BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയുടെ റോഡ് ഷോ. അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് വേല വർണ്ണാഭമായി. നെല്ലിയാമ്പതി വനമേഖലയിൽ നിന്ന് യൂക്കാലിപ്സ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി. കൂടുതൽ വെള്ളമുറ്റി പരിസ്ഥിതിക്ക് ദോഷമാകുന്ന യൂക്കാലിപ്സ്, മാഞ്ചിയം, അക്കേഷ്യ മരങ്ങൾ മുറിച്ചുമാറ്റി ഈ ഭാഗങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയെന്ന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണിത്. ഇതിന്റെ ഭാഗമായി നെന്മാറ വനം ഡിവിഷൻ ഓഫീസ് പരിസരത്തുള്ള മുഴുവൻ യൂക്കാലിപ്സ് മരങ്ങളും മുറിച്ചുമാറ്റി മാവിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. വനമേഖലയിൽ കണ്ടെത്തിയ 273 മരങ്ങളാണ് മുറിച്ചു നീക്കി തുടങ്ങിയതെന്ന് നെല്ലിയാമ്പതി വനം റേഞ്ച് ഓഫീസർ കെ ഷരീഫ് പറഞ്ഞു. ഈ ഭാഗങ്ങളിലായി 303 യൂക്കാലിപ്സ് മരങ്ങളാണ് വനം വകുപ്പ് മുറിച്ചു മാറ്റുന്നതിനായി കണ്ടെത്തിയത്. 2 തവണകളിലായി ധോണിയിൽ ആനക്കൊട്ടിൽ ഒരുക്കുന്നതിനായി ഈ ഭാഗത്തുള്ള യൂക്കാലിപ്സ് മരങ്ങളാണ് മുറിച്ചു കൊണ്ടുപോകുന്നത്. പിന്നീട് ബാക്കിയായ 273 മരങ്ങളാണ് ഇപ്പോൾ മുറിച്ചു നീക്കി തുടങ്ങിയത്. വനമേഖലയിൽ വിവിധ ഭാഗങ്ങളിലായി വളർന്നു നിൽക്കുന്ന മരങ്ങൾ അടയാളപ്പെടുത്തി മുറിച്ചു മാറ്റിയ ശേഷം ട്രാക്ടർ ഉപയോഗിച്ച് വനമേഖലയുടെ പുറത്തേക്ക് എത്തിച്ച് പെരുമ്പാവൂരിലെ തടിമില്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓടുന്ന തീവണ്ടിയിൽ നിന്നുൾപ്പെടെ കഴിഞ്ഞ വർഷം നടന്നത് 46 മോഷണങ്ങൾ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിൽ തീവണ്ടിയിലും പ്ലാറ്റ്ഫോമുകളുമായി കഴിഞ്ഞ വർഷം നടന്നത് 46 മോഷണങ്ങൾ. 2023-ലുണ്ടായ ഇത്രയും മോഷണങ്ങളിൽ ഭൂരിഭാഗവും നടന്നത് ഓടുന്ന തീവണ്ടികളിലാണെന്നാണ് റെയിൽവേ സംരക്ഷണ സേനയുടെ കണക്കുകൾ. 2022-നെ അപേക്ഷിച്ച് മോഷണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. 2022-ൽ 58 മോഷണങ്ങളാണ് പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ സ്റ്റേഷനുകളിൽ RPF രജിസ്റ്റർ ചെയ്തത്. ഈ വർഷത്തെ 29 കേസിലും RPF മോഷ്ടാക്കളെ പിടികൂടി. ബാക്കി കേസുകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ മോഷണം നടന്നതായി യാത്രക്കാർ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിൽ 2 കേസുകളിലാണ് സേലം ഡിവിഷൻ RPF എടുത്തിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ 6 മോഷണ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 6 കേസിലും ആളുകളെ പിടികൂടിയതായും RPF പറയുന്നു. 4 കേസുകൾ മൊബൈൽ ഫോൺ മോഷണവും, 1 ബാഗ് മോഷണവും, മറ്റൊന്ന് സ്വർണ്ണമാല പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. കോഴിക്കോട്ട് നടന്ന ഈ കേസുകൾ ഉൾപ്പെടെ RPF എസ്കോർട്ട് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. മോഷണം പോയവയിൽ കൂടുതലും മൊബൈൽ ഫോണുകളാണ്. പലപ്പോഴും അലക്ഷ്യമായി ഫോൺ ചാർജ് ചെയ്യാനായി കുത്തിവെക്കുമ്പോഴാണ് മോഷ്ടിക്കപ്പെടാറുള്ളത്. ഫോൺ ചാർജ് ചെയ്യാനായി വെച്ച് ഉറങ്ങുകയും എണീക്കുമ്പോൾ കാണാതാകുന്നതുമാണ് അവസ്ഥ. ഫോൺ പോയി എന്നറിയുമ്പോഴേക്കും നഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നും തീവണ്ടി ഏറെ ദൂരം സഞ്ചരിച്ചിരിക്കും. ഇതോടെ ഇവരെ കണ്ടെത്താനാവാതെ സ്ഥിതി വരുമെന്നാണ് RPF അധികൃതർ പറയുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമല പാലക്കാട് റോഡ് ഷോ നടത്തി. Anna Krishnakumar avargal is a perfect example of our candidateship. So 2024 let Krishnakumar Anna be the winning candidate over the communist and over the Congress candidate. We will definitely work at the grassroots level. We thank all of you for your patience. நீங்க வந்திருக்கிற எல்லா நண்பர்களுக்கும் நன்றி தெரிவித்துக் கொள்கிறோம். நன்றி, வணக்கம். பாரத் மாதா கி. നമ്മ വീട്ടിൽ പിള്ളയായി അതിർത്തി കടന്ന് കെ അണ്ണാമല എത്തിയതോടെ ജില്ലയിലെ BJP പ്രവർത്തകർ ഡബിൾ ആവേശത്തിൽ. സിംഗം തമിഴൻ, തങ്കത്തമിഴൻ, അണ്ണാമല, അൻപുടൻ, പാലക്കാട് വരവേൽക്കിറൻ എന്ന മുദ്രാവാക്യങ്ങളുമായാണ് ജില്ലയിലെ BJP പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് അണ്ണാമല ഇന്നലെ കഞ്ചിക്കോട്ടും മേലാമുറിയിലും റോഡ് ഷോ നടത്തിയത്. C കൃഷ്ണകുമാറിന് ഹാരാർപ്പണം നടത്തിയായിരുന്നു തുടക്കം. കഞ്ചിക്കോട്ട് നിന്നും ആശുപത്രി ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്ററും മേലാമുറി മുതൽ മാട്ടുമന്ത വരെയുള്ള 5 കിലോമീറ്ററുമാണ് റോഡ് ഷോ നടത്തിയത്. കഞ്ചിക്കോട് 5 ഇടങ്ങളിലും പാലക്കാട് 17 ഇടങ്ങളിലും സ്വീകരണവും ഒരുക്കി. വഴിനീളെ പ്രവർത്തകർ മുദ്രാവാക്യവുമായി എത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, നേതാക്കളായ P രഘുനാഥ്, V വേണുഗോപാലൻ, N ഷൺമുഖൻ, C സാബു, പ്രശാന്ത് ശിവൻ, ജോമോൻ ചക്കാലിക്കൽ, അശ്വതി മണികണ്ഠൻ, PB പ്രമോദ്, A ബേബി, കണ്ണൻ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. CPM-ഉം കോൺഗ്രസും കോയമ്പത്തൂരിൽ ബായും അതിർത്തി കടന്നാൽ ശത്രുക്കളുമാണെന്നും തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പറഞ്ഞു. പാലക്കാടും കഞ്ചിക്കോടും നടന്ന റോഡ് ഷോയോടനുബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള ഇന്ത്യ സഖ്യത്തെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇവർക്ക് എങ്ങനെ വോട്ട് നൽകും? ഇവർ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്ഥിതി എന്താകും? മോദിയുടെ സ്ഥാനം ജനഹൃദയങ്ങളിലാണ്. വികസനമാണ് NDA സർക്കാരിന്റെ പ്രധാന അജണ്ട. DMK-യുടെ എല്ലാ വ്യാധികളും അവരോടൊപ്പം ചേർന്നതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വന്നിട്ടുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് പാർട്ടിയുടെ മുഖമുദ്രയെന്നും അദ്ദേഹം ആരോപിച്ചു. അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് വേല ആഘോഷിച്ചു.
ശനിയാഴ്ച വൈകിട്ട് ആനപ്പന്തൽ ദീപാലങ്കൃതമായി. ആനച്ചമയ പ്രദർശനവും കല്ലൂർ ജയന്റെ പ്രമാണത്തിൽ 81 കലാകാരന്മാർ അണിനിരുന്ന ആൽത്തറ മേളവും ഉണ്ടായി. സന്ധ്യാവേള കാവുകയറലും പാവക്കൂത്തും നടന്നു. രാവിലെ മേൽശാന്തി AN ശിവസുബ്രഹ്മണ്യരുടെ കാർമ്മികത്വത്തിൽ താന്ത്രിക ചടങ്ങുകൾ തുടങ്ങി. 7:30 അമ്പലപ്പുഴ വിജയകുമാർ സോപാന സംഗീതം അവതരിപ്പിച്ചു. 8 മുതൽ 11 വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് ഘോഷയാത്രകൾ എത്തും. 9 പെരുങ്കുളം ശശികുമാറിന്റെ നാദസ്വര കച്ചേരിയും ഉണ്ടായി. ഉച്ചയ്ക്ക് 12 ഈടുവടി മുഴക്കും. മൂലസ്ഥാനമായ ഉണ്ണിയിലിരുത്തിയ മുക്കിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് 2:30 പകൽവേല പുറപ്പെട്ടു. 5 ആനകൾ അണിനിരുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. 2:30 ദേശമന്നത്തിൽ മേളവും പഞ്ചവാദ്യവും നടത്തി ക്ഷേത്രാങ്കണത്തിലെ പന്തലിലേക്ക് പുറപ്പെട്ടു. പന്തലിൽ കൂടമാറ്റം നടത്തി. രാത്രി 7 ആന പഞ്ചവാദ്യ സമേതം ക്ഷേത്രപ്രദക്ഷിണം നടത്തുന്നതോടെ വെടിക്കെട്ട് ആരംഭിക്കും. 9:30 ഡോക്ടർ ശുഗപുരം ദിലീപും കലാനിലയം ഉദയൻ നമ്പൂതിരിയും ഇരട്ടത്തായമ്പക അവതരിപ്പിച്ചു. പീക്ക് സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്ന് KCB അറിയിച്ചു. പീക്ക് ലോഡ് സമയങ്ങളിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നത് കാരണം വോൾട്ടേജിൽ വ്യതിയാനത്തിന് സാധ്യതയുണ്ട്. ഇത് വൈദ്യുത വാഹനത്തിന്റെ ബാറ്ററിയുടെ ആയുസിനെ ബാധിക്കാമെന്നും അതുകൊണ്ട് പീക്ക് ലോഡ് അല്ലാത്ത സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും KCB വ്യക്തമാക്കി. ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ സാധിക്കുമെന്നും അതിനാൽ പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും KCB അറിയിച്ചു. പാലക്കാടിനെ 1ാമത്തെ കാർഷിക കേന്ദ്രമാക്കുമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. സമ്മിശ്ര കൃഷിയിലൂടെ 1ാമത്തെ കാർഷികോൽപ്പന്ന ജില്ലയാക്കി പാലക്കാടിനെ മാറ്റുമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ വികസന രേഖ വ്യക്തമാക്കുന്നു. മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ: യുവസംരംഭക ഹബ്ബ്, കായിക പരിശീലന ഹബ്ബ് എന്നീ നിലകളിലേക്ക് ജില്ലയെ ഉയർത്തും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ ബമൽ, ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയെ പൊതുമേഖലയിൽ സംരക്ഷിക്കും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കും. ശ്രീകൃഷ്ണപുരം എഞ്ചിനീയർ കോളേജിനെ നിർമ്മിത ബുദ്ധി കേന്ദ്രമാക്കും. പട്ടാമ്പി സംസ്കൃത കോളേജിനെ ഭാഷാ സംസ്കാര പഠന കേന്ദ്രമാക്കും. കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം തടയാനും സുതാര്യത ഉറപ്പാക്കാനും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ASD ആപ്പ് റെഡി. AASD മോണിറ്റർ CEO കേരള എന്നാണ് ആപ്പിന്റെ നാമധേയം. വോട്ടർ പട്ടികയിൽ പേരുള്ള സ്ഥലത്തില്ലാത്തവർ, മരിച്ചവർ എന്നിവരുടെ പേരിൽ ആരെങ്കിലും വോട്ട് ചെയ്യാൻ എത്തിയാൽ കണ്ടെത്തുന്നതിനാണ് ആപ്പ് ഉപയോഗിക്കുക. മുമ്പ് വോട്ടർ പട്ടിക പരിശോധിച്ച് വേണമായിരുന്നു ഇത് കണ്ടെത്താൻ. ആപ്പ് തയ്യാറായതോടെ പേര് ഇനി നിമിഷങ്ങൾക്കകം കള്ളവോട്ട് ശ്രമങ്ങൾ കണ്ടെത്താം. ഒരാൾക്ക് ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുണ്ടാവുകയും ഒരു വോട്ടിലേറെ രേഖപ്പെടുത്താൻ ശ്രമമുണ്ടാവുകയും ചെയ്താലും കണ്ടെത്താം. SSLC, THSLC പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ശനിയാഴ്ച പൂർത്തിയാക്കി. ഏപ്രിൽ 3 ആരംഭിച്ച മൂല്യനിർണ്ണയം ഇത്തവണ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. 70 ക്യാമ്പുകളിലായി നടന്ന മൂല്യനിർണ്ണയത്തിൽ ക്യാമ്പ് ഓഫീസർമാരടക്കം 105ഓളം അധ്യാപകരാണ് പങ്കെടുത്തത്. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്ക് എൻട്രി നടന്നു വരികയാണ്. മൂല്യനിർണ്ണയം പൂർത്തിയായ സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മെയ് ആദ്യവാരത്തിൽ SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷം മെയ് 19 SSLC ഫലം പ്രഖ്യാപനം നടന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം അടുത്തയാഴ്ചയോടെ പൂർത്തിയാക്കും. ഹയർ സെക്കൻഡറികളിൽ ആകെ 77 ക്യാമ്പുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. അതിൽ 25 ഇരട്ട മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആണ്. SSLC ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനവും നടത്തും. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിൽ വിളക്കുകൾ തെളിഞ്ഞു. രാത്രിയിൽ തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പാലത്തിൽ
സാമൂഹ്യ വിരുദ്ധരുടെയും മറ്റും ശല്യം വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ പാലത്തിൽ വിളക്കുകൾ തെളിഞ്ഞത് ആശ്വാസമായെന്നും വിളക്കുകൾ കേടുവന്നാൽ ഉടൻ നന്നാക്കണമെന്നും ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ പറയുന്നു. കടകളിൽ ജോലി കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് ശേഷം ബസ് കയറാൻ പോകുന്ന വനിതാ ജീവനക്കാരാണ് ഏറെയും ഇതുവഴി യാത്ര ചെയ്യാറ്. മറ്റു ചില യാത്രക്കാരും കുറച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്കു നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാകാറുള്ളത്. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പന്ന്യങ്കര ടോൾ കേന്ദ്രം അപകട സേവന വാഹനങ്ങൾക്കുള്ള വരിയിലെ നിയന്ത്രണം അപകടക്കെണിയാവുന്നു. വടക്കഞ്ചേരി മണ്ണുത്തി 6 പാതയിലെ പന്ന്യങ്കര ടോൾ കേന്ദ്രത്തിൽ ആംബുലൻസുകൾക്കും മറ്റും അടിയന്തര സേവന വാഹനങ്ങൾക്കുമുള്ള വരി ബാരിക്കേഡ് വെച്ച് 2ആയി തിരിച്ച് അപകട ഭീഷണിയാകുന്നു. പാലക്കാട് ദിശയിലേക്കുള്ള വരിയാണ് ബാരിക്കേഡുകൾ വെച്ച് തിരിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ കടന്നുപോകാൻ പ്രത്യേകമായി വഴിയൊരുക്കുന്നതിനിടെയാണ് ടോൾ കമ്പനി അധികൃതർ ഇത്തരത്തിൽ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതുമൂലം വഴി ഇടുങ്ങിയതോടെ ആംബുലൻസുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാനാവാത്ത സ്ഥിതിയാണ്. പലപ്പോഴും വാഹനങ്ങൾ ബാരിക്കേഡുകളിൽ തട്ടുന്നുണ്ട്. ആംബുലൻസുകളും ടോളിൽ സൗജന്യമുള്ള ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളും ഒരു വരിയിലൂടെയാണ് കടത്തിവിടുന്നത്. വരി തുടങ്ങുന്ന ഭാഗത്ത് എളുപ്പത്തിൽ അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ബാരിക്കേഡുകൾ വെച്ചായിരുന്നു ക്രമീകരണം. ഭാഗികമായി അടഞ്ഞുകിടക്കുന്ന രീതിയിലായിരുന്നു ബാരിയർ. ആംബുലൻസുകൾ വരുമ്പോൾ മാത്രം ബാരിയർ പൂർണ്ണമായും തുറക്കും. നിലവിൽ ബാരിയർ സംവിധാനം മാറ്റി തള്ളി നീക്കുന്ന ബാരിക്കേഡ് വെച്ചാണ് ക്രമീകരണം. ആംബുലൻസുകൾ കടന്നു പോകുന്ന വഴിയിലൂടെയാണ് ഓട്ടോറിക്ഷകളും കടത്തിവിടുന്നത്. ആംബുലൻസുകളും ഓട്ടോറിക്ഷകളും വരുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ബാരിക്കേഡ് ഓരോ തവണയും തള്ളി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ട സ്ഥിതിയായി. സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയതെന്ന് ടോൾ കമ്പനി അധികൃതർ പറഞ്ഞു. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ മതിയായ സൗകര്യം ഒരുക്കണമെന്ന് വടക്കഞ്ചേരി പോലീസ് ടോൾ കമ്പനി അധികൃതരോട് നിർദ്ദേശിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. വെള്ളം കുടിക്കാൻ എത്തിയ കാള ചെളിയിൽ താഴ്ന്നു. അഗ്നിരക്ഷാസേന രക്ഷിച്ചു. വെള്ളം കുടിക്കാൻ കുളത്തിലിറങ്ങിയപ്പോൾ ചെളിയിൽ താഴ്ന്ന കാളയെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു. കൊല്ലങ്കോട് വണ്ടിത്താവളം റോഡരികിലെ പാതനാറ കുളത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3ഓടെയാണ് സംഭവം. കാലുകൾ കെട്ടിയ നിലയിൽ അഴിച്ചുവിട്ടിരുന്ന കാള ചെളി നിറഞ്ഞ ഭാഗത്തുകൂടി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചെളിയിൽ താഴുകയായിരുന്നു. മുഖം അടക്കം ചെളിയിൽ അമർന്ന് കാള പിടയുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് കൊല്ലങ്കോട് നിന്നുള്ള അഗ്നിരക്ഷാ സേന എത്തിയാണ് പുറത്തെടുത്തത്. അറിവിനായി കൊണ്ടുവന്ന കാളയാണെന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പറഞ്ഞു. പ്രഖ്യാപിച്ച് 4 മാസമായിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ തുറന്നില്ല. താലൂക്ക് ആശുപത്രിയിൽ പണി പൂർത്തിയായ ഡയാലിസിസ് സെന്റർ യന്ത്രങ്ങൾ എത്താത്തതിനാൽ തുറക്കാനായില്ല. കഴിഞ്ഞ നവംബറിൽ താലൂക്ക് ആശുപത്രി സന്ദർശിച്ച വകുപ്പ് മന്ത്രി ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ തുറക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ആശുപത്രിയിൽ മിന്നൽ സന്ദർശനത്തിനെത്തിയ മന്ത്രി സെന്റർ തുറക്കുമെന്നറിയിച്ച് 4 മാസം പിന്നിട്ടിട്ടും തുറക്കാനായില്ല. കെട്ടിടം പണി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടത് ശേഷമായിരുന്നു മന്ത്രിയുടെ വരവ്. യന്ത്രങ്ങൾ എത്തിക്കാത്തതാണ് ഡയാലിസിസ് സെന്റർ തുറക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് മുഹമ്മദ് മൂസിൻ MLAയും ആശുപത്രി അധികൃതരും നഗരസഭാ അധികൃതരുമെല്ലാം അറിയിച്ചതോടെയായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മന്ത്രി അവിടെ വെച്ച് തന്നെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപടി വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. 3 ആഴ്ചക്കകം യന്ത്രങ്ങൾ എത്തിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി അറിയിച്ച മന്ത്രി ഡിസംബർ പകുതിയോടെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് അറിയിച്ചാണ് ആശുപത്രി വിട്ടത്. മുഹമ്മദ് മൂസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ കെട്ടിട നിർമ്മാണത്തിന് 99 ലക്ഷം രൂപ അനുവദിച്ചത്. 24 ലക്ഷം രൂപ ചെലവിൽ കുഴൽക്കിണർ നിർമ്മാണം, പ്ലംബിംഗ്
പ്ലംബിംഗ് ജോലികൾ, മോട്ടോർ സ്ഥാപിക്കൽ, ശുചിമുറികളുടെ നിർമ്മാണം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. യന്ത്രങ്ങൾ എത്തിയ സെന്റർ തുറക്കാനാകും. ഡയാലിസിസ് രോഗികൾ ഏറെയുള്ള പ്രദേശമാണ് പട്ടാമ്പി നഗരസഭയും പരിസര പഞ്ചായത്തുകളും. സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ തുറക്കുന്നതും കാത്തിരിപ്പാണ് രോഗികൾ. നിലവിൽ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഡയാലിസിസ് രോഗികൾ വലിയ പ്രതീക്ഷയോടാണ് സർക്കാർ ആശുപത്രി ഡയാലിസിസ് സെന്ററിനെ കാത്തിരിക്കുന്നത്. യന്ത്രങ്ങൾ വൈകാതെ എത്തുമെന്നും എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതായും എത്തിയാലുടൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കാനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ആശുപത്രി സൂപ്രണ്ട് UT അബ്ദുൾ റഹ്മാൻ അറിയിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഒന്നിച്ചു ഒരേ ക്ലാസ് മുറിയിൽ. പുതുക്കോട് സർവജന ഹൈസ്കൂളിൽ 50 കൊല്ലം മുമ്പിരുന്ന അതേ മൺചുമർ ക്ലാസ് മുറിയിൽ ഇവർ ഇരുന്നു. ഒരു നിമിഷം എല്ലാവരും അച്ചടക്കമുള്ള കുട്ടികളായി. കണക്കു പഠിപ്പിച്ചിരുന്ന കേശവ മാഷ് ഒരിക്കൽ കൂടി ക്ലാസ് എടുത്തു. എല്ലാവരുടെയും ഓർമ്മകൾ 1974 10ാം ക്ലാസ്സിലേക്ക് പോയി. 1973-74 10A ബാച്ചിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പുതുക്കോട് സർവജന ഹൈസ്കൂളിൽ ഒത്തുകൂടിയത്. നേവിയിൽ കമാൻഡറായി വിരമിച്ച S മുരളീധരനും ബാങ്കിൽ നിന്നും വിരമിച്ച C വേണുഗോപാലിനും KC തുഷാറും ചേർന്ന് 4 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് എല്ലാവരെയും ഒരുമിപ്പിച്ചത്. 36 പേരുണ്ടായിരുന്ന ബാച്ചിൽ 16 പേർ മരിച്ചിരുന്നു. 7 അധ്യാപകർ സംഗമത്തിനെത്തി. ഇനി ആരോഗ്യം. പലർക്കും ഒരു നല്ല ഉറക്കം എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ്. ഉറക്കം കിട്ടാൻ മരുന്നുകളെ ആശ്രയിച്ചിരുന്ന വലിയൊരു വിഭാഗമുണ്ട്. നല്ല ഉറക്കത്തിന് അത്രയ്ക്കൊന്നും പോകേണ്ടെന്നാണ് ഐസ്ലാൻഡിലെ റെയ്ക്ജാവിക് സർവകലാശാല ഗവേഷകർ പറയുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം 1 മണിക്കൂറോ അതിലധികമോ വ്യായാമം ചെയ്യുന്നത് നല്ല ഉറക്കത്തിന് സഹായിക്കുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. 9 യൂറോപ്യൻ രാജ്യങ്ങളിലെ 21 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള 4399 പേരിലാണ് പഠനം നടത്തിയത്. 10 വർഷം നീണ്ട പഠനത്തിൽ ഇവരുടെ ശാരീരിക വ്യായാമത്തിന്റെ ദൈർഘ്യം, ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ, രാത്രിയിലെ ഉറക്ക സമയം, പകലുറക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു. ഇതിൽ 25% പേർ സജീവമായ ജീവിതശൈലി പിന്തുടരുന്നവരായിരുന്നു. ആഴ്ചയിൽ കുറഞ്ഞത് 2-3 ദിവസം 1 മണിക്കൂറോ അതിലധികമോ വ്യായാമം ചെയ്യുന്നവരെയാണ് സജീവ ജീവിതശൈലിയുള്ളവരായി കണക്കാക്കിയത്. 18% പേർ പഠന കാലയളവിൽ സജീവമാവുകയും 20% പേർ പഠന കാലയളവിൽ സജീവമല്ലാതാവുകയും ചെയ്തു. 37% പേർ പഠനത്തിന് മുൻപും ശേഷവുമെല്ലാം സജീവമല്ലാത്ത ജീവിതശൈലി പിന്തുടരുന്നവരായിരുന്നു. സ്ഥിരമായി വ്യായാമം ചെയ്തവർക്ക് രാത്രിയിൽ ഉറക്കമില്ലായ്മ തോന്നാനുള്ള സാധ്യത 42% കുറവാണെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു. ഇവർക്ക് ഇൻസോനിയ ലക്ഷണങ്ങൾ വരാനുള്ള സാധ്യതയും 22% കുറവായിരുന്നു. സജീവ ജീവിതശൈലി നയിച്ചവർ രാത്രിയിൽ 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങുന്നതായും ഗവേഷകർ കണ്ടെത്തി. BMJ ഓപ്പൺ ജേണലിലാണ് ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചത്. കാറൽമണ്ണയിൽ കൂടിയാട്ട ഉത്സവം തുടങ്ങി.
ഉഷാനങ്ങ്യാർ ലളിതമായി വേഷമണിഞ്ഞ ശൂർപ്പണകാംഗം കൂടിയാട്ടം അരങ്ങേറി. കലാമണ്ഡലം രാജീവ്, കലാമണ്ഡലം വിനീഷ് എന്നിവർ മിഴാനിലാവും, കലാനിലയം ഉണ്ണികൃഷ്ണൻ ഇടക്കിയിലും ആതിര താളത്തിലും പശ്ചാത്തലമേകി. മാർഗി മധുചാക്യാർ അഗ്നിപ്രവേശാംഗം അവതരിപ്പിച്ചു. വൈകിട്ട് 6:30 മുതൽ സ്വരാജ് നമ്പ്യാർ ഹനുമാനസ്താംഗവും, 22-ന് കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് ബാലിവധവും, 23-ന് മാർഗി സജീവ് നാരായണ ചാക്യാർ അശോക വനികാംഗവും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന യൂക്കാലിപ്സ് മരങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്നും മുറിച്ചു നീക്കി തുടങ്ങി. കഴിഞ്ഞ വർഷം ട്രെയിനിൽ നടന്നത് 46 മോഷണങ്ങൾ. BJP പ്രവർത്തകർക്ക് ആവേശമിതറി BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയുടെ റോഡ് ഷോ. അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് വേല വർണ്ണാഭമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.